എല്ലാവർക്കും PSC ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ SCRTയുടെ സയൻസിൻ്റെ ഭാഗത്ത് നിന്നും 8ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. ആകാശവിസ്മയങ്ങൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്കറിയാം അതാര്യ വസ്തുക്കളും സുതാര്യ വസ്തുക്കളും ഉണ്ട്. അപ്പോൾ പ്രകാശം കടത്തിവിടുന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വസ്തുക്കളെ രണ്ടായിട്ടല്ല മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് അതാര്യ വസ്തു, രണ്ടാമത്തേത് സുതാര്യ വസ്തുക്കൾ, മൂന്നാമത്തേത് അർദ്ധധാര്യ വസ്തുക്കൾ. അപ്പോൾ അതാര്യ വസ്തുക്കൾ പ്രകാശം തീരെ കടത്തിവിടാത്തവയും സുതാര്യ വസ്തുക്കൾ പ്രകാശം കടത്തിവിടുന്നവയും അർദ്ധധാര്യ വസ്തുക്കൾ ഭാഗികമായി പ്രകാശം കടത്തിവിടുന്നവയുമാണ്. അപ്പോൾ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ. എല്ലാ അതാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട്. അപ്പോൾ ഭൂമിയുടെയും സൂര്യൻ്റെയൊക്കെ ആകാശഗോളങ്ങളുടെ കാര്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ അതാര്യ വസ്തുക്കളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാര്യ വസ്തുക്കൾ നിഴൽ കാണിക്കുന്നു. നിഴൽ കാണിക്കുക എന്നത് അതാര്യ വസ്തുക്കളുടെ ഒരു പ്രത്യേകതയാണ്. നമ്മളൊക്കെ അതാര്യ വസ്തുവാണ്. നമ്മൾക്ക് അങ്ങോട്ട് പ്രകാശം കടത്തിവിടാൻ പറ്റില്ല ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അപ്പോൾ നമുക്ക് നിഴൽ രൂപപ്പെടുന്നുണ്ട്. നിഴൽ രൂപപ്പെടുന്ന ദിശ പ്രകാശ സ്രോതസ്സിൻ്റെ എതിർദിശയിലായിരിക്കും. അപ്പോൾ കിഴക്ക് നിന്നാണ് വെളിച്ചം വരുന്നതെങ്കിൽ നമ്മുടെ നിഴൽ രൂപപ്പെടുന്നത് എതിർദിശയായ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. ഗോളാകൃതിയിലുള്ള വസ്തുക്കളുടെ നിഴലിൻ്റെ ആകൃതി വൃത്തമാണ്. അപ്പം നമുക്ക് നിഴലിൽ ഒരു 3D ഫോമൊന്നുമില്ല. അവിടെ ഒരു വൃത്തം മാത്രമേ നമുക്ക് 2D ആയിട്ടുള്ളൊരു ഇമേജേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഗോളാകൃതിയിലുള്ള വസ്തുക്കളുടെ നിഴലിൻ്റെ ആകൃതി വൃത്തമാണ്. പകൽ സമയത്ത് വസ്തുക്കളുടെ നിഴൽ രൂപപ്പെടുന്ന ദിശ പടിഞ്ഞാറാണ്. അപ്പോൾ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത് കൊണ്ട് തന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്കായിരിക്കും നിഴൽ രൂപപ്പെടുന്നത്. എന്നാൽ വൈകുന്നേരങ്ങളിൽ വസ്തുക്കളുടെ നിഴൽ ഓപ്പോസിറ്റ് ദിശയായ കിഴക്കിലായിരിക്കും. സൂര്യപ്രകാശത്തിൽ ആകാശഗോളങ്ങളുടെ നിഴലിൻ്റെ ആകൃതി കോണാകൃതിയാണ്. അപ്പോൾ കോണാകൃതിയിലാണ് സൂര്യപ്രകാശത്തിലുള്ള ആകാശഗോളങ്ങളുടെ നിഴലിൻ്റെ ആകൃതി. ആ ഒരു പോയിൻ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഭൂമിയുടെ നിഴലിൻ്റെ പ്രത്യേകതകൾ. ഭൂമി ഒരു അതാര്യ വസ്തു ആയതിനാൽ നിഴൽ രൂപപ്പെടുന്നുണ്ട്. സൂര്യന് എതിർദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു പ്രകാശത്തിന് ഓപ്പോസിറ്റ് ദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുക. അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ഇല്ലാതാകുന്നു. അപ്പം ദൂരം കൂടുന്തോറും നിഴൽ ചെറുതായിട്ട് ഇല്ലാതാവുന്നുണ്ട്. ഭൂമിയുടെ നിഴലിന് കോണാകൃതിയാണുള്ളത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു കോണാകൃതിയിലായിരിക്കും ആകാശഗോളങ്ങളുടെ നിഴലിൻ്റെ ആകൃതി എന്ന്. ഒരു ആകാശഗോളത്തിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും നിഴലുണ്ടാകുന്ന ഭാഗത്ത് രാത്രിയും ഉണ്ടാകുന്നു. അത് നമ്മൾ പണ്ടൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഗ്ലോബ് വെച്ചിട്ട് ഒരു സൈഡിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇരുട്ടായിരിക്കും. അപ്പോൾ സൂര്യനായിട്ട് മെഴുകുതിരി സങ്കല്പിച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് മാത്രം പ്രകാശം ലഭിക്കുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ ഇരുട്ടായിരിക്കും, അവിടെ രാത്രിയായിരിക്കും. ആകാശഗോളങ്ങളുടെ വലിപ്പ വ്യത്യാസമനുസരിച്ച് അവയുടെ നിഴലിൻ്റെ വലിപ്പവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരികയും ചന്ദ്രൻ ഭൂമിയുടെ നിഴലിലാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം അഥവാ ലൂണാർ എക്ലിപ്സ്. അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു പാതയിൽ ഭൂമിയും സൂര്യനും ചന്ദ്രനും നേർരേഖയിൽ വരുന്നു. ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ ആകുന്നു. അപ്പോൾ ഭൂമി നിഴൽ രൂപപ്പെടുത്തുന്നുണ്ട്. ആ നിഴൽ ചന്ദ്രനെ പൂർണ്ണമായും മറഞ്ഞിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത്. പൂർണ്ണഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ നിറം മങ്ങിയ ഓറഞ്ച് കലർന്ന ചുവപ്പാണ്. കലർന്ന ചുവപ്പ് നിറത്തിലാണ് പൂർണ്ണഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ നിറം. ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരികയും ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീഴുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ്. സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രൻ്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കില്ല. നമ്മൾ സൂര്യഗ്രഹണ സമയത്ത് സൂര്യനെ നോക്കാൻ പറ്റില്ല. അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുമെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണത്? ചന്ദ്രൻ്റെ നിഴൽ സൂര്യഗ്രഹണ സമയത്ത് സൂര്യനിലേക്ക് വീഴുന്നത് കൊണ്ടാണ്. ചന്ദ്രൻ്റെ മറവ് കാരണമാണ് നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കാത്തത്. സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്
ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്കാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്രദേശത്തുള്ളവർക്ക് മാത്രമേ സൂര്യഗ്രഹണം ദൃശ്യമാവുകയുള്ളൂ. വിവിധ സൂര്യഗ്രഹണങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത്. പൂർണ്ണ സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ പതിക്കുന്നതിൻ്റെ ആ ഒരു അളവനുസരിച്ചാണ് ഇത്തരത്തിലുള്ള 3 സൂര്യഗ്രഹണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും മൂടുകയാണെങ്കിൽ പൂർണ്ണ സൂര്യഗ്രഹണവും, പിന്നെ വലയ സൂര്യഗ്രഹണം ആ ഒരു ചന്ദ്രൻ എത്രത്തോളം നിഴലുണ്ടാക്കുന്നു എന്നതനുസരിച്ചാണ് ഈ 3 സൂര്യഗ്രഹണങ്ങളും ഉണ്ടാവുന്നത്. അടുത്തതായിട്ട് ചന്ദ്രഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയും, എന്നാൽ സൂര്യഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. അത് നമുക്ക് കുറേ ദോഷങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് സൂര്യഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാൻ പറ്റാത്തത്. സൂര്യഗ്രഹണം നിരീക്ഷിക്കാനുള്ള മാർഗങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. സോളാർ ഫിൽട്ടർ കണ്ണട. അപ്പോൾ സോളാറിൻ്റെ ഒരു ഫിൽട്ടർ വെച്ച് ആ ഒരു പാളിയുള്ള ഒരു കണ്ണടയാണ് സോളാർ ഫിൽട്ടർ കണ്ണട. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്. ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന സോളാർ ഫിൽട്ടർ. അടുത്തത് പിൻഹോൾ പ്രൊജക്ടർ, പിന്നെ ടെലിസ്കോപ്പ് ഉപയോഗിച്ചുള്ള പ്രൊജക്ഷൻ രീതി. അപ്പോൾ ഈ 4 രീതികളിലൂടെ മാത്രമാണ് നമുക്ക് സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ കഴിയുക. പിന്നെ ഒരു വലിയ പാത്രത്തിൽ വെള്ളമൊക്കെ കലക്കി, ചാണകവെള്ളം കലക്കി വെച്ച് ചാണകപ്പാലിലൂടെയൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. അതിൽ കാണുന്ന പ്രതിബിംബം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ സൂര്യഗ്രഹണം നിരീക്ഷിക്കാം. ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് നിലാവ് അല്ലെങ്കിൽ മൂൺലൈറ്റ്. അപ്പോൾ എന്താണ് നിലാവ്? എല്ലാ വസ്തുക്കളിലും സൂര്യപ്രകാശം പതിക്കുന്നുണ്ട് ആകാശഗോളങ്ങളിൽ. അപ്പം ചന്ദ്രനിലും അങ്ങനെ സൂര്യപ്രകാശം പതിക്കുന്നു. അത് വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നു. അപ്പോൾ നമ്മൾ നിലാവായിട്ട് കാണുന്നു. ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ്, ന്യൂ മൂൺ. അപ്പോൾ ന്യൂ മൂൺ എന്നാണ് അമാവാസിക്ക് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് കൊണ്ടാണ്, നിഴൽ ഭാഗം പൂർണ്ണമായും അഭിമുഖമായി വരുന്നതുകൊണ്ട് തന്നെ തീരെ ചന്ദ്രനെ കാണാൻ കഴിയുന്നില്ല. അമാവാസി ദിവസം ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്, ഫുൾ മൂൺ. അപ്പോൾ കറുത്ത വാവിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് വെളുത്ത വാവിൽ. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും നിഴൽ ഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നത് അർദ്ധചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ്റെ ആ ഒരു നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ വൃദ്ധിക്ഷയങ്ങൾ എന്ന് പറയില്ലേ. അപ്പോൾ കൂടുതൽ ആ നിഴൽ രൂപപ്പെടുന്നതിൽ നിന്നും സൂര്യൻ്റെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ നിന്നും കുറഞ്ഞു വരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു പകുതി നിഴൽ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി വരുന്ന കാലയളവാണ് വൃദ്ധി അഥവാ വെളുത്ത പക്ഷം, വാക്സിങ് എന്ന് പറയും. അപ്പോൾ വൃദ്ധിക്ഷയങ്ങൾക്ക് നമ്മൾ വാക്സിങ് ആൻഡ് വാണിങ് എന്നാണ് പറയുക. അപ്പോൾ വാക്സിങ് ആണ് വൃദ്ധി. അപ്പോൾ ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ ചന്ദ്രൻ്റെ ആ പ്രകാശിത ഭാഗം കൂടി വരുന്നതാണ് വൃദ്ധി. അടുത്തതായിട്ട് ക്ഷയം എന്താണ്? ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ കുറഞ്ഞു വരുന്ന കാലയളവാണ് കറുത്ത പക്ഷം അഥവാ ക്ഷയം എന്ന് പറയുന്നത്. അതിനെ വാണിങ് എന്നും പറയും. ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം. അപ്പോൾ ആ ഒരു ചേഞ്ച്, നമ്മൾ കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് വലിപ്പ വ്യത്യാസം ഉണ്ടാകുന്നതാണ് വൃദ്ധിക്ഷയം. ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് വേണ്ട സമയം 27 ദിവസം. അപ്പോൾ ഈ പരിക്രമണം ചെയ്യുന്ന കാലയളവ് 1 വേർഡായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ വേണ്ട സമയമാണ് നമ്മുടെ ഒരു വർഷം എന്നത് 365.4 ദിവസം. ഒരു പൗർണമിയിൽ നിന്ന് അമാവാസി വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം 14 അപ്പോൾ ആ ഒരു കാലയളവ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അമാവാസി പൗർണമിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം 14 ദിവസങ്ങളാണ്. ഒരു അമാവാസി മുതൽ അടുത്ത അമാവാസി വരെയുള്ള കാലയളവ് 29 ദിവസം, അതായത് അല്ലെങ്കിൽ 30 ദിവസം.
അപ്പോൾ 29 1/2 എന്ന ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഒരു അമാവാസി മുതൽ അടുത്ത അമാവാസി വരെയുള്ള ദിവസങ്ങൾ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച രാജ്യം ഇന്ത്യയാണ്. എപ്പോഴാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14. അപ്പോൾ ചന്ദ്രയാൻ 1ഉം 2ഉം 3 ഒക്കെ എപ്പോഴും PSC പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ 3 ആണ് നമ്മൾ അവസാനമായിട്ട് വിക്ഷേപിച്ചത്. അതിൻ്റെ പ്രത്യേകത ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നു എന്നാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23. അപ്പോൾ ആ ഒരു ഓഗസ്റ്റ് 23 നമ്മുടെ രാജ്യാന്തര ബഹിരാകാശ വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. 4ാമത് ആണ് ഇന്ത്യയുള്ളത്, സോഫ്റ്റ് ലാൻഡിങ്ങിൽ 4ാമത്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. അപ്പോൾ ആ ഒരു പദ്ധതിക്ക് പേര് കൊടുത്തിരിക്കുന്നത് ഗഗൻയാൻ എന്നാണ്. ഇന്ത്യയുടെ ഭാവി ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ 2. മംഗൾയാൻ 1 വിക്ഷേപിച്ചിരുന്നു. അപ്പോൾ 2 ആണ് ഭാവിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ദൗത്യം. ISROയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് isro.gov.in. അപ്പോൾ ആ ഒരു വെബ്സൈറ്റൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. isro.gov.in. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അത് നമുക്ക് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഒക്കെ അതിൻ്റെ സ്ഥാനം, ആകാശഗോളങ്ങളുടെ സ്ഥാനം മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഞാൻ പറയാം. സൂര്യഗ്രഹണത്തിന് EMS എന്നോർത്ത് വെക്കുക. എർത്ത്, മൂണ്, സണ്ണ്. അപ്പോൾ EMSന് സൂര്യഗ്രഹണം. അപ്പോൾ EMS സൂര്യഗ്രഹണം എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ചന്ദ്രഗ്രഹണം കണ്ടുപിടിക്കാൻ ഈസിയാണല്ലോ. അപ്പോൾ സൂര്യഗ്രഹണത്തിന് EMS എന്നൊരു കോഡ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രഗ്രഹണത്തിൻ്റെയും കൂടി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ചെറിയ 1 വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.